ആലപ്പുഴയിൽ SFI മാർച്ചിനിടെ സംഘർഷം. കേരള യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലർ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിലേക്ക് ചാടിക്കടന്ന SFI പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, സംഘർഷത്തിന് ഇടവെച്ചത് എന്താണ്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, നേരത്തെ അനിശ്ചിതകാല സമരം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെമ്പാടും SFI ഇന്ന് സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അനിശ്ചിതകാല സമരം നിലവിൽ തിരുവനന്തപുരത്തടക്കം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് അതിന്റെ ജില്ലാ കമ്മിറ്റി, SFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമരമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ മാർച്ച് ഗേറ്റിന് മുൻപിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞിരുന്നു. പിന്നീട് ഈ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകരും പോലീസുമായി ഉന്തും ഉണ്ടായി. സംഘർഷത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസുമായി കുറച്ചു നേരം ഒരു സംഘർഷ സാധ്യത ഉണ്ടായി. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ അതിനൊരു അയവ് വന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി M ശിവപ്രസാദാണ് സംസാരിക്കുന്നത്. അതായത് ഇവർ ഉന്നയിക്കുന്ന വിഷയം വൈസ് ചാൻസലർ ആണോ അതോ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സർസംഘചാലകാണോ? ഈ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയാണെന്ന് ഓർക്കണം. ഇത് സർവകലാശാലയുടെ ശാഖയല്ല തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ ആലപ്പുഴയിൽ SFI മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലർ നടപടിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കാണുന്നത്. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിലേക്ക് ചാടിക്കടന്ന SFI പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ SFI പ്രവർത്തകർ സംസാരിക്കുന്നു.